ഓം നമോ നാരായണായ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. നമുക്കിന്ന് 34-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. 6-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് അത്രി മഹർഷിയെ വന്ദിക്കുന്നു. ഭരതൻ ശ്രീരാമചന്ദ്രനെ കാണാനായി കാനനത്തിലേക്ക് വരുന്നു. വന്ന് തൻ്റെ പിതാവിൻ്റെ മരണവാർത്തയും അതുപോലെ തന്നെ മറ്റുള്ള വിശേഷങ്ങളെല്ലാം അറിയിക്കുന്നു. മരണവാർത്ത അറിയുന്ന ശ്രീരാമൻ വളരെ ദുഃഖിതനായി പിതൃകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് അതിനുശേഷം തൻ്റെ പാദുകങ്ങൾ മെതിയടി ഭരതനെ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് തിരിച്ച് എല്ലാവരെയും മടക്കി അയച്ചിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ ചെന്ന് അത്രി മഹർഷിയെ വന്ദിക്കുന്നു. വിരാധൻ എന്ന രാക്ഷസനെ വധിക്കുന്നു. അതിനുശേഷം ശരഭംഗ മുനിയുടെ ആശ്രമത്തിലേക്ക് എത്തി. അവിടെ വളരെ കാലമായി ശരഭംഗൻ എന്ന മഹർഷി ശ്രീരാമൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ശ്രീരാമചന്ദ്രൻ്റെ കൺമുമ്പിൽ തന്നെ അദ്ദേഹത്തിന് സായുജ്യം ലഭിക്കുന്നു. ആ സദ്ഗതിയെ നോക്കിക്കണ്ട് സന്തോഷിക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ടുകൊണ്ടാണ് നമ്മൾ 6-ാമത്തെ ശ്ലോകം അവസാനിപ്പിച്ചത്. നമുക്കിന്ന് 7-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഈ ശ്ലോകത്തിൽ അഗസ്ത്യ സന്ദർശനം, അതുപോലെ രാക്ഷസന്മാരെ വധിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ബ്രഹ്മാസ്ത്രങ്ങൾ ലഭിക്കുന്നു. അഗസ്ത്യ മഹർഷിയിൽ നിന്ന് ജടായുവിനെ കണ്ടുമുട്ടുന്നു. പഞ്ചവടിയിൽ പ്രവേശിക്കുന്നു. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നത്വാഗസ്ത്യം സമസ്താശര നികര സപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയൈഷി തദനുജ മുനിന വൈഷ്ണവേ ദിവ്യജാപേ ബ്രഹ്മാസ്ത്രേ ജാപിദത്തെ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാത് ഗോദാത്തടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. നത്വാ അഗസ്ത്യം സമസ്താശരനികര സപത്രാകൃതിം താപസേഭ്യഃ പ്രത്യശ്രൗഷീഃ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ച അപി ദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാത് ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. ത്വം നത്വാ അഗസ്ത്യം, അവിടുന്ന്, ത്വം നിന്തിരുവടിയായ അങ്ങ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, അഗസ്ത്യ മഹർഷിയെ നത്വ വന്ദിച്ചിട്ട് നമസ്കരിച്ചിട്ട്, സമസ്താശര നികര സപത്രാകൃതിം, സമസ്ത രാക്ഷസന്മാരെയും ആശരനികരം അവരെ അസുരവംശത്തെ, സപത്രാകൃതിം എന്ന് പറഞ്ഞാൽ ആ ബാണം കടവര ചിറകോടുകൂടി അതിൻ്റെ കടവര തറച്ചു കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആയിരുന്നു ആ അസ്ത്രപ്രയോഗം. അതിനു മാത്രം അങ്ങ് കടവരെ തറച്ചിറങ്ങി എന്നേ അർത്ഥമുള്ളൂ ഇതിന്. സമസ്താശര നികര സപത്രാകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാണം അങ്ങ് നല്ലതുപോലെ തറഞ്ഞിറങ്ങി, അറ്റം വരെ തറഞ്ഞിറങ്ങി, അത് മരണകാരണമായി. അതായത് ആ അസുരവംശത്തെ എല്ലാം നിഗ്രഹിച്ചു എന്നേ അർത്ഥമുള്ളൂ. താപസേഭ്യഃ, പിന്നീട് തപസ്വികൾക്ക്, അവിടെ ആ കാനനത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന താപസന്മാർക്ക്, പ്രത്യശ്രൗഷി പ്രിയൈഷി, അവർക്ക് പ്രിയത്തെ ചെയ്യുവാനായി പ്രതിജ്ഞ ചെയ്തു. രാക്ഷസന്മാരെ എല്ലാം വധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. തദനു, അതിനുശേഷം ച മുനിയാൽ വൈഷ്ണവേ ദിവ്യജാപേ, അങ്ങനെ താപസന്മാർക്ക് ഇഷ്ടത്തെ ചെയ്ത് അസുരവംശത്തെ നശിപ്പിച്ചതിന് ശേഷം ഈ അഗസ്ത്യമുനി വൈഷ്ണവം എന്ന ദിവ്യ ശാപത്തെയും ബ്രഹ്മാസ്ത്രം, അതുകൂടാതെ ബ്രഹ്മാസ്ത്രം എന്ന ആ മന്ത്രവും ഉപദേശിച്ചു കൊടുക്കുകയാണ്. അഭിദത്തെ, അതും കൊടുത്തു. ബ്രഹ്മാസ്ത്ര മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് പഥി, വഴിയിൽ, പിതൃസുഹൃദം, പിതാവായ ആ ദശരഥൻ്റെ സുഹൃത്തായ ജടായുവിനെ വീക്ഷ്യ, കണ്ടിട്ട്, ഭൂയഃ ജടായു, വീണ്ടും ആ ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം അങ്ങനെ നടക്കുമ്പോൾ വഴിയിൽ പിതാവിൻ്റെ സുഹൃത്തായ ജടായുവിനെ കണ്ടിട്ട്, ജടായുവിനെ കാണുമ്പോൾ ആദ്യം തന്നെ ശത്രുവാണെന്ന് വിചാരിച്ച്
വധിക്കാനാണ് ഒരുങ്ങുന്നത്. പക്ഷേ ജടായു പറയുന്നു, വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനെന്നറിഞ്ഞാലും എന്ന് പറയുന്നുണ്ട്. നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ, ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജടായു ഞാൻ എന്ന് പറയും. ഈ വാക്കുകൾ കേട്ട്, അതായത് ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അവിടുത്തെ പിതാവായ ദശരഥന് ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടനായ അതായത് ഏറ്റവും പ്രിയപ്പെട്ടവനായ സുഹൃത്തായ ജടായു ആയിരുന്നു ഞാൻ അവിടുത്തേക്ക് ശത്രുവല്ല, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അവിടുത്തെ ഭക്തനായ ജടായുവാണ് ഞാൻ എന്ന് പറയുന്നത് കേട്ട് വളരെയധികം സ്നേഹത്തോടെ ആശ്ലേഷം ചെയ്ത് അനുഗ്രഹിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രൻ്റെ ആ പൂമേനി ഒന്ന് തടവാനും തൊടാനും ഭാഗ്യം ലഭിക്കുന്നവരെത്രയോ ശ്രേഷ്ഠന്മാരായിരിക്കും. ആ ഭാഗ്യം ജടായുവിന് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ജടായുവിനോട് പറയുന്നു, ഞാനിരിക്കുന്നതിന് അടുത്ത് തന്നെ അവിടുന്നും വസിച്ചു കൊള്ളുക, ഇനി ഒരു സങ്കടവും അവിടത്തേക്ക് ഉണ്ടാവുകയില്ല. അത് ഞാൻ ശങ്കിച്ചു പോയല്ലോ അവിടത്തെ കണ്ടിട്ട്, കഷ്ടം. എൻ്റെ കിങ്കരപ്രവരൻ, അതായത് കിങ്കരന്മാരിൽ ശ്രേഷ്ഠനായിട്ട് ഇനിമേൽ വാഴുക ഭവാൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ആ പഞ്ചവടിയുടെ, അതായത് ശ്രീരാമചന്ദ്രൻ താമസിക്കാൻ പോകുന്ന പഞ്ചവടിയുടെ അടുത്ത് തന്നെയായിട്ട് ജടായുവിനോടും വസിച്ചു കൊള്ളുവാനായി അനുവാദം കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ മൊദാത്, അങ്ങനെ ജടായുവിനെ കണ്ട് സന്തോഷിച്ചിട്ട് ഗോദാതടാന്തേ, ഗോദാവരി നദീതടത്തിൽ, അതായത് ഗോദാവരിയുടെ തീരത്തുള്ള പുരാ പഞ്ചവട്യാം, ആ പഞ്ചവടി എന്ന സ്ഥലത്ത് വധുവായ സീതാദേവിയോടുകൂടി പരിരമസി, വളരെയധികം സന്തോഷിച്ചു വാണു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ഇനിയും നമുക്ക് ഈ 8ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഈ 8ാമത്തെ ശ്ലോകത്തിൽ ആ പഞ്ചവടിയിൽ അങ്ങനെ സുഖമായി താമസിച്ചു കൊണ്ട് ഇരിക്കുന്ന അവസരത്തിൽ ശൂർപ്പണഖ വരികയാണ്, രാവണ സഹോദരിയായ ശൂർപ്പണഖ. അവളുടെ വരവ് ശ്രീരാമലക്ഷ്മണന്മാരെ സമീപിക്കുന്നു, തന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നാസികാച്ഛേദം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. നാസിക മൂക്കാണ്, മൂക്കും മുലകളും മുറിച്ച് കളയുന്നുണ്ട്. പിന്നെ ആ ശൂർപ്പണഖ പറയുന്നതനുസരിച്ച് ഖരൻ എന്ന രാക്ഷസൻ, ഖരദൂഷണ ത്രിശിരാക്കൾ, അവർ വരുന്നതും അവരെ വധിക്കുന്നതുമാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്കിനി ശ്ലോകമൊന്ന് നോക്കാം. പ്രാപ്തായ ശൂർപ്പനഖ്യ മദനചലധൃതേരർദ്ധനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം രുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധസമധികാം തക്ഷണാദക്ഷതോഷ്മാ. അക്ഷതോഷ്മാ ത്വം പ്രാപ്തായാഃ ശൂർപ്പണഖ്യാ മദനചലധൃതേഃ അർദ്ധനൈർ നിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വാ യേനാം രുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീഃ ആശരാൻ അപി അയുധസമധികാം തത് ക്ഷണാദ് അക്ഷതോഷ്മാ. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിലെ 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പഞ്ചവടിയിൽ അങ്ങനെ അവർ സുഖമായിട്ട് താമസിക്കുന്നു. അവിടേക്ക് ശൂർപ്പണഖയുടെ വരവാണ്. പ്രാപ്തായ ശൂർപ്പണഖ വന്നു ചേരുന്നു, പ്രാപ്തായാഹ വന്നു ചേർന്നു. ശൂർപ്പണഖ്യ എന്ന് പറഞ്ഞാൽ ശൂർപ്പണഖ എന്ന് പേരുള്ള രാക്ഷസി വരികയാണ്. നമുക്കറിയാം, രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണഖ. സ്വന്തം വേഷത്തിൽ, ആ സ്വയരൂപത്തിലല്ല വരുന്നത്, വളരെയധികം സൗന്ദര്യവതിയായ ഒരു യുവതിയുടെ രൂപത്തിലാണ് ശ്രീരാമലക്ഷ്മണന്മാരുടെ മുമ്പിലേക്ക് വരുന്നത്. മദനചലധൃതേരർദ്ധനൈർ നിസ്സഹാത്മാ. മദനചലധൃതേ എന്ന് പറഞ്ഞാൽ ഇവിടെ കാമപരവശയായി, മദനൻ കാമദേവനാണ്, അങ്ങനെ കാമാതുരയായി ശ്രീരാമലക്ഷ്മണന്മാരെ സമീപിക്കുകയാണ്. അർദ്ധനൈഹി എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുന്നു, എന്നെ
പത്നിയായി സ്വീകരിച്ചാലും എന്ന് അപേക്ഷിക്കുകയാണ് ശൂർപ്പണഖ. അവിടുന്ന് നിങ്ങൾ രണ്ടുപേരും ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതിന് ശേഷം ശ്രീരാവണ സഹോദരിയാണ് ഞാൻ, എൻ്റെ പേര് ശൂർപ്പണഖ എന്നാണ്, എന്നെ നിങ്ങൾ ശ്രീരാമനോട് ആദ്യം പറയുന്നു. ശ്രീരാമൻ നിരസിക്കുമ്പോൾ ലക്ഷ്മണനോട് പറയുന്നു. ഇതെല്ലാം നമുക്ക് രാമായണ കഥ വായിച്ചിട്ടുള്ളവർക്ക് ഇതെല്ലാം അറിയാം. അല്ലാത്തവർക്ക് രാമായണ കഥ രാമായണ മാസം, അതായത് കർക്കിടക മാസം 1-ാം തീയതി മുതൽ ഓരോ ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം ഇങ്ങനെ ഇതുപോലെ തന്നെ ഗദ്യരൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 13-ാമത്തെ ഭാഗത്തിലാണ് ഈ കഥയെല്ലാം വരുന്നത്. ശൂർപ്പണഖയുടെ ആഗമനവും ഇവരെ സമീപിക്കുന്നതും എല്ലാം 13-ാം ദിവസത്തെ കഥയിലാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കേട്ട് നോക്കിയാൽ വളരെ നന്നായിരിക്കും. രാമായണ കഥ എപ്പോഴും ശ്രവിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും. അത് ഇനി അധ്യാത്മ രാമായണത്തിലാണെങ്കിൽ ആ ഖരദൂഷണ ത്രിശിരാക്കളെ വധിക്കുന്നതെല്ലാം പേജ് 181 വരുന്നത്. ശൂർപ്പണഖ വരുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ 14-ാം ദിവസത്തിലാണ് വരുന്നത്, ശൂർപ്പണഖ വരുന്നതും മറ്റും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ശൂർപ്പണഖ കാമപരവശയായി ശ്രീരാമനെയും ലക്ഷ്മണനെയും സമീപിക്കുന്നു. അതായത് മദന പാരവശ്യം ആത്മാവിന് സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ മദന പാരവശ്യം സഹിക്കാനാവാതെ, കാമപാരവശ്യം സഹിക്കാനാവാതെ താം സൗമിത്രവും വിസൃജ്യ, അവളെ അയക്കുകയാണ്. വിസൃജ്യ അയച്ചു. സൗമിത്രവും, സുമിത്രയുടെ മകനായതുകൊണ്ടാണ് സൗമിത്രി. അവളെ സൗമിത്രവും, സുമിത്രാപുത്രൻ്റെ അടുത്തേക്ക്, അതായത് സുമിത്രാത്മജനായ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് അയച്ചു. പ്രബലതമ രുഷ, പ്രബലം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച, വളരെയധികം എക്സ്ട്രീം ലിമിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രബലതരം, പ്രബലതമം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. രുഷ എന്ന് പറഞ്ഞാൽ കോപം. അങ്ങനെ അതായത് ആ കോപത്തിൻ്റെ പാരമ്യതയിലെത്തിയിട്ട്, അതാണ് പ്രബലതമ രുഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. തേന, അവളുടെ നിർലൂന നാസാം, ഇവിടെ നാസാം എന്ന് പറഞ്ഞിരിക്കുന്നത് നാസികയെ, ആ ഒരു മൂക്കിനെ ഉണ്ടായിരുന്നതിനെ മുറിച്ചു കളഞ്ഞു. നിർലൂന നാസാം. ദൃഷ്ട്വൈനാം എന്ന് പറഞ്ഞാൽ ഏനാം ദൃഷ്ട്വ, അവളെ കണ്ടിട്ട്. രുഷ്ടചിത്തം ഖരം അഭിപതിതം, മൂക്ക് മുറിച്ചു കളഞ്ഞു. ആ മൂക്കിൽ നിന്നുള്ള 2 ദ്വാരം, അതുപോലെ തന്നെ സ്തനങ്ങൾ 2 എണ്ണമല്ലേ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം മുറിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പർവ്വതം പോലെ അവളുടെ ദേഹത്ത് നിന്ന് രക്തം ഒഴുകി ഇങ്ങനെ വീഴുന്നത് കണ്ടാൽ ഒരു പർവ്വതത്തിൽ നിന്ന് നദികൾ ഒരുമിച്ച് ഇങ്ങനെ ഉത്ഭവിച്ചൊഴുകി ഇറങ്ങുന്നത് പോലെ തോന്നിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശൂർപ്പണഖ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സുന്ദരിയായ സീതാദേവി ഉള്ളതുകൊണ്ടാണ് എന്നെ സ്വീകരിക്കാത്തത് എന്നുള്ള വിചാരം കൊണ്ട് ആ സീതാദേവിയെ ഭക്ഷിക്കാനായി മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് സുമിത്രാപുത്രനായ ആ ലക്ഷ്മണനാണ് ഇവളുടെ മൂക്കും മുലകളും മുറിച്ചു കളയുന്നത്. ആ സമയം തന്നെ ആ മായാരൂപമൊക്കെ വെടിഞ്ഞ് ഒരു അഞ്ജന പർവ്വതം വീണ്, അതായത് പർവ്വതം പോലെ താഴെ വീണ് കിടന്നു. വളരെയധികം വലിയ ശരീരത്തോടും ഘോരങ്ങളായ ദംഷ്ട്രകളോടും കൂടി അങ്ങനെ ആ ഒരു ഭീകര രൂപമായിട്ടാണ് സീതാദേവിയെ ഭക്ഷിക്കാൻ അടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാമൻ തടുത്തു നിർത്തി. ഇത് കണ്ട് സുമിത്രാപുത്രനായ ലക്ഷ്മണൻ ചാടി വന്ന് വാളൂരിയെടുത്ത് മുലയും മൂക്കുമെല്ലാം അങ്ങ് മുറിച്ചു കളയുവാണ്. ഇനി ആ നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് 4-5 വഴി വരും അരുവിയാറ് പോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പർവ്വതത്തിൽ നിന്നിങ്ങനെ ആ ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ പോലെ അവളുടെ ശരീരത്ത് നിന്ന്, അതായത് അഞ്ജന പർവ്വതം പോലെയുള്ള ഘോരമായ രൂപത്തെ പൂണ്ടു എന്ന് പറഞ്ഞു. ആ നടക്കുന്ന രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കി. അത്ര ഭയാനകമായ രൂപത്തോടു കൂടിയാണ് ഖരൻ്റെ മുമ്പിലേക്ക് ഇവൾ ചെല്ലുന്നത്. അതാണ് ഖരൻ ക്ഷോഭിച്ച് ഇവരുടെ സമീപത്തേക്ക് വരാൻ കാരണം. അങ്ങനെ സഹോദരിയായ ഈ ശൂർപ്പണഖയുടെ വരവ് കണ്ടിട്ട്, അതായത് വരുന്ന രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. മൂക്കും മുലകളും എല്ലാം മുറിഞ്ഞ് രക്തമൊലിപ്പിച്ച് വളരെയധികം
നമുക്ക് സഹോദരിയുടെ ആ ഒരു രൂപം കാണുമ്പോൾ ഏതെങ്കിലും സഹോദരന് സഹിക്കുമോ? ആ സഹോദരിയെ കണ്ടിട്ട് ഖരൻ അഭിപതിതം എതിർക്കാൻ വന്നു, അവനെ താഴെ വീഴ്ത്തി എന്നാണ്. അഭിപതിതം എന്ന് പറഞ്ഞാൽ എതിർത്ത് വന്ന ആ ഖരനെ താഴെ വീഴ്ത്തി. അത് കഴിഞ്ഞിട്ട് ദൂഷണൻ വന്നു. ദൂഷണം ച ത്രിമൂർധം, ത്രിശിരസ്, അതായത് ഖരദൂഷണന്മാരെന്ന ആ രാക്ഷസന്മാരും പിന്നീട് ത്രിശിരസും വരികയാണ്. അവരെ 3 പേരെയും കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞിട്ടോ വ്യാഹിംസീഹി എന്ന് പറഞ്ഞാൽ വധിച്ചു കളഞ്ഞു. ആശരാൻ അപി ആയുധ സമധികാം, അവരെ 3 പേരെ മാത്രമല്ല ആയുധം അതിലധികമുള്ള, അതായത് 10,000-ത്തിലധികം ആശരൻ, അതായത് അസുരന്മാരെയും അതായത് രാക്ഷസന്മാരെയും കൊന്നുകളഞ്ഞു. ആരാണ് കൊന്നുകളഞ്ഞത്? തത് ക്ഷണാത് അക്ഷത ഊഷ്മ. ഇവിടെ അക്ഷത ഊഷ്മ എന്നുള്ളതാണ് ആദ്യം കൊടുത്തിരിക്കുന്ന മീനിങ്ങിൽ. തളരാത്ത പൗരുഷം തികഞ്ഞ അങ്ങ്, അക്ഷതോഷ്മാത്വം. ശ്രീരാമചന്ദ്രനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അക്ഷതം എന്ന് പറഞ്ഞാൽ നശിക്കാത്ത, ഇവിടെ ഒരു ക്ഷതവും സംഭവിക്കാത്തത്, അതാണ് അക്ഷത ഊഷ്മാവ്. ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനർജി. ആ എനർജറ്റിക് ആയിട്ടുള്ള ഊർജ്ജസ്വലനായ, ആ ഒരിക്കലും നശിക്കാത്ത എനർജിയോടുകൂടിയ എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലനായ ശ്രീരാമചന്ദ്രനായ അവിടുന്ന് മദനജലധൃതയെ പ്രാപ്തായ ശൂർപ്പണഖ എന്നുള്ള പേരുള്ള ആ കാമപരവശയായി വന്ന ശൂർപ്പണഖയെ എന്ന് തുടങ്ങിയാണ് ശ്ലോകത്തിൻ്റെ മീനിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ശൂർപ്പണഖയെ വധിക്കുന്നു. ആ ശൂർപ്പണഖയുടെ അപേക്ഷ നിരസിച്ചതുകൊണ്ട് അവൾ സീതാദേവി കാരണമാണല്ലോ എന്നെ സ്വീകരിക്കാത്തത് എന്ന് വിചാരിച്ച് സീതാദേവിയെ ഭക്ഷിക്കാൻ മുന്നോട്ടായുമ്പോൾ ശ്രീരാമൻ അവളെ തടഞ്ഞു നിർത്തുകയും ലക്ഷ്മണൻ അവളുടെ മൂക്കും മുലകളും ഛേദിക്കുകയും അതിനെ തുടർന്ന് ഖരൻ്റെ അടുത്ത് ചെല്ലുന്ന ആ ശൂർപ്പണഖയെ കണ്ടിട്ട് എതിർത്ത് വന്ന ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും വധിക്കുന്നു. അവരെ മാത്രമല്ല അപി ആയുധം, ആ 10,000-ത്തിലധികം വരുന്ന രാക്ഷസന്മാരെയും ഒരിക്കലും നശിക്കാത്ത എനർജിയോടുകൂടിയ ഊർജ്ജസ്വലനായ അത്രമാത്രം പൗരുഷത്തോടുകൂടിയ അങ്ങ് വധിച്ചു കളഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി 9-ാമത്തെയും 10-ാമത്തെയും ശ്ലോകം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാനും കൂടെ ശ്രമിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ.